ഹലോ നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് നാളുകളായി എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് ബ്രോക്കലി വെച്ചിട്ട് ഒരു തോരൻ. അപ്പോൾ ബ്രോക്കലി വെച്ചിട്ട് നമുക്ക് പല രീതിയിലും പല ഡിഷസ് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ ഞാൻ ഇന്ന് ബേസിക്കായിട്ട് ചെയ്യാൻ പോകുന്നത് തോരനാണ്. പിന്നെ ബാക്കി ഉള്ള ഡിഷസ് ഞാൻ പതുക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോക്കോളി എടുക്കുക. ഞാൻ ഇത് മുഴുവൻ എടുക്കുന്നില്ല കേട്ടോ. ഇതിൻ്റെ ഒരു 1/4 ഭാഗം എടുക്കുന്നുള്ളൂ. ഇതിൻ്റെ ബാക്കി 1/4 ഭാഗം വെച്ചിട്ട് സൂപ്പ് ഉണ്ടാക്കാൻ പോവാണ് ഞാൻ. അത് വേറെ ദിവസം ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഞാൻ എപ്പോഴും സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ബ്രോക്കോളി പ്ലസ് മഷ്റൂമാണ് സൂപ്പ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോളിഫ്ലവർ ക്ലീൻ ചെയ്യുന്ന പോലെ തന്നെ ഓരോ പൂവും നമ്മൾ തനിയെ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. തനിയെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ എത്ര വേണോ അത്ര എടുത്താൽ മതി. ബാക്കി ഇതിൽ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇവിടെ പിന്നെ ഞാനും ജാൻചേട്ടനും മാത്രം കഴിക്കുള്ളൂ. അപ്പോൾ കുറേ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. എടുത്തു വെച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് വലിയ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ അപ്പം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ, ഈ ബ്രോക്കോളി തോരനൊക്കെ പ്രത്യേകിച്ചും. ഓക്കെ, ഇത്ര ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട്. അതായത് ഒരു ചെറിയ ബ്രോക്കോളി അല്ലെങ്കിൽ ഒരു വലിയ ബ്രോക്കോളിയുടെ ഒരു 1/4 ഭാഗം. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതങ്ങ് കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിൽ, ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതിലോട്ട് നമുക്ക് ഈ ഫ്ലോററ്റ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇപ്പോൾ ഇത് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുത്തോളൂ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും വിഷാംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അതിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്ന പച്ചക്കറികളിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. എന്നാലും നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാനിതിൽ കുറച്ച് നേരം ഈ ഉപ്പും മഞ്ഞളും കൂടി കലർന്നിട്ടുള്ള വെള്ളത്തിൽ അങ്ങ് ഇട്ട് വെക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തെടുത്തോളൂ. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റൊക്കെ ഇതിൽ കിടന്നോട്ടെ. അതിനുശേഷം നന്നായിട്ട് ഇതങ്ങ് വാഷ് ചെയ്തെടുക്കുക. അതിനുശേഷം നൈസായിട്ട് അങ്ങ് മുറിച്ചെടുക്കുക. നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിലിട്ടിട്ട് അങ്ങ് ചോപ്പ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് അങ്ങ് ചെറുതായിട്ട് അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നന്നായിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ നന്നായി വാഷ് ചെയ്തു. അതിനുശേഷം ഒരു അരിപ്പയിലിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറുതാക്കിയും കട്ട് ചെയ്തെടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിനെ ബ്രോക്കലി എന്ന് പറയുക. പക്ഷേ ഞാൻ എപ്പോഴും ബ്രോക്കോളി എന്ന് പറഞ്ഞാൽ അങ്ങ് ശീലിച്ചു പോയി. എൻ്റെ മോൻ എപ്പോഴും കളിയാക്കും, അമ്മ ബ്രോക്കോളി എന്ന് പറയുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ പല ഇംഗ്ലീഷ് വാക്കുകളും നമ്മൾ ഉപയോഗിച്ച് പരിചയമായിട്ട് പിന്നെ അതങ്ങ് മാറ്റാനൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ? അതന്നെ. അത് നമുക്കിനി ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ അടുത്ത് ചോപ്പർ ഉണ്ടെങ്കിൽ ചോപ്പറിൽ ചെയ്യായിരിക്കും പെട്ടെന്ന് കഴിയും. ഇപ്പോൾ ചോപ്പർ ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഭാഗം കൂടി എടുത്തോളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വളരെ നൈസായിട്ട് അങ്ങ് മുറിക്കുക. ഈ ക്യാബേജൊക്കെ മുറിക്കുന്ന പോലെയാണ് കേട്ടോ. ക്യാബേജ് തോരൻ്റെ സെയിം റെസിപ്പിയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നൈസായിട്ട് അങ്ങ് മുറിക്കുക ഈ പൂവിൻ്റെ ഭാഗമൊക്കെ. അതിനുശേഷം ഈ തണ്ട് വരില്ലേ, തണ്ട് വരുമ്പോഴും ഇതേപോലെ അങ്ങ് നൈസായിട്ട് അങ്ങ് മുറിച്ചിട്ട് അതിനെ വീണ്ടും നന്നായിട്ട് അങ്ങ് ചെറുതായിട്ട് അങ്ങ് മുറിച്ച് കൊടുക്കുക. എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു വെജിറ്റബിളാണിത്. പക്ഷേ ഇതിൻ്റെ ഗുണം കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. ഞങ്ങളെപ്പോഴും ഇത് സ്റ്റീം ചെയ്തിട്ട് വെറുതെ ഉപ്പും കുരുമുളക് ഇട്ടിട്ടാണ് കഴിക്കാറുള്ളത്. പിന്നെ അതെല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെട്ടൊന്നും വരില്ല. അതുകൊണ്ട് പിന്നെ നമുക്ക് ഇതേപോലെ തോരനും സൂപ്പും ഒക്കെ ആക്കിയിട്ട് കഴിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ചെറുതാക്കി അരിയണ്ടെന്നുണ്ടെങ്കിൽ വലുതാക്കി അരിഞ്ഞോളൂ. പക്ഷേ ചെറുതാക്കി അരിയുമ്പോഴാണ് കാണാനും ഒരു രസം, അരിയാനും ഒരു രസം അല്ലേ? എനിക്ക് അരിയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് എന്താ ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 പച്ചമുളകിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ പച്ചമുളകിന് എരിവനുസരിച്ച് മാറ്റം വരും. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസ് 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് നൈസാക്കി അതിലേക്ക് കട്ട് ചെയ്തിട്ടേക്കാം. ഇതിൽ ഇച്ചിരി എരിവുള്ളതാണ് നല്ലത് കേട്ടോ, ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിത് ചോറിൻ്റെ കൂടെ കഴിക്കുന്നതല്ല, ഇത് വെറുതെ ഇരുന്ന് കഴിക്കുന്ന ഒരു തോരനാണ് ബ്രോക്കലി തോരൻ. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ. ചില പുറത്തുള്ള രാജ്യങ്ങളിൽ ചിലപ്പോൾ തേങ്ങയൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കില്ല. അങ്ങനെയാണെങ്കിൽ തേങ്ങ അവോയ്ഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ തേങ്ങ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് കറിവേപ്പില,
പിന്നെ നമുക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഇപ്പോൾ ചെറിയുള്ളി ഞാനൊരു 10-12 എടുത്തിട്ടുണ്ട്. ചെറിയുള്ളി ഇടുമ്പോൾ കുറച്ച് ടേസ്റ്റ് കൂടും. ഒന്നില്ലെങ്കിൽ ചെറിയുള്ളി വളരെ നൈസാക്കി അരിഞ്ഞിടാം, അല്ലെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് ചതച്ചിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചാണ് ഇടാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ വേണം. ഈ തോരൻ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ ഇഞ്ചി ഇടാറുള്ളൂ. സാധാരണ തോരനിൽ ഞാൻ ഇഞ്ചി ഇടാറില്ല. കാരണം ഇതിനൊരു ഒരു വാസനയുണ്ട്. ആ വാസന ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് ഇഞ്ചി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഉള്ളി ചതച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ചതയ്ക്കാം. പക്ഷേ അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം. അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് വെളുത്തുള്ളി ഉപയോഗിക്കാം, 1-2 പീസ് വെളുത്തുള്ളി ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഞാൻ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും ക്യുമിൻ സീഡ്സ്, അതായത് ജീരകം ചേർക്കാറില്ല. അപ്പോൾ പല സൈഡിലും തോരനിലും ജീരകം ചേർക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും ചേർക്കാം. പക്ഷേ ഞാനിപ്പോൾ ഇത്ര ഐറ്റംസ് ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഈ ചെറിയുള്ളി നമുക്ക് നന്നായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചതച്ച ചെറിയുള്ളി ചേർത്ത് കൊടുക്കും. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെറിയുള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് കുറച്ച് സവാള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. അല്ലെങ്കിൽ ചെറിയുള്ളി ഇത്ര ഇടണമെന്നൊന്നുമില്ല കേട്ടോ. 2-3 ചെറിയുള്ളി ഇട്ട് കൊടുത്താലും മതി. എനിക്ക് ചെറിയുള്ളിയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത്ര അധികം ഇടുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു വളരെ ചെറിയ കഷ്ണം ഇഞ്ചി ഓപ്ഷണൽ. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു പേരിന് മാത്രം കേട്ടോ. തോരൻ ഉണ്ടാക്കാൻ ഈസിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും, അതേസമയം നല്ല ഹെൽത്തിയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. പച്ചമുളകും ചെറിയുള്ളി ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. കുക്ക് ചെയ്തില്ലെങ്കിൽ തന്നെ കഴിക്കാൻ തോന്നും. ഓക്കെ, ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കുക. അതായത് ഉപ്പ് കറക്റ്റാണോ നോക്കുക. കറക്റ്റായിട്ടുണ്ട്. തേങ്ങ ഇല്ലെങ്കിലും സെയിം പ്രൊസീജിയർ തന്നെ ചെയ്താൽ മതി കേട്ടോ. തേങ്ങ ഒഴിവാക്കിയിട്ട്, തേങ്ങ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്വാദ് കൂടും. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടി ഒരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിയോ അടുപ്പത്ത് വെക്കുക. ഇതിലോട്ട് നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കാൻ പാടില്ല കേട്ടോ. അത് ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒരുപാട് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അത് നഷ്ടപ്പെടുത്തണ്ട. അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഓയിൽ ഏതാണോ അത് ഒഴിച്ച് കൊടുക്കുക. ഇത്ര മതി. ഇനി ഇതൊന്ന് ചൂടാവട്ടെ. ചൂടായി കഴിഞ്ഞതിന് ശേഷം കടുക് പൊട്ടിക്കണം. കറിവേപ്പില ഞാൻ ഓൾറെഡി അതിൽ ചേർത്തിട്ടുള്ള കാരണം ഇനി അതിൽ കറിവേപ്പില ഇപ്പോൾ ചേർക്കുന്നില്ല. അവസാനം മാത്രം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതി. അതുപോലെ തന്നെ വറ്റൽമുളക് ഞാൻ ചേർക്കുന്നില്ല. വറ്റൽമുളക് ഉണ്ടെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ ചേർത്തോളൂ, പക്ഷേ ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിലോട്ട്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ അത്യാവശ്യം ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. കടുക് ചേർക്കണമെന്ന് നിർബന്ധമില്ല. കടുക് ചേർക്കുമ്പോഴാണ് ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരിക ഈ തോരനൊക്കെ. അപ്പോൾ കടുകൊന്ന് പൊട്ടട്ടെ നന്നായിട്ട്. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് നമ്മുടെ ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം. ഇത് ഓവർ കുക്ക് ആവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ ബ്രോക്കലിയൊക്കെ എപ്പോഴും ഒരു സെമി കുക്ക്ഡ് ആവാനേ പാടുള്ളൂ. പച്ചയ്ക്ക് കഴിക്കണമെങ്കിൽ അത്രയും നല്ലത്, അല്ലെങ്കിൽ സ്റ്റീം ചെയ്ത് കഴിക്കുക. പക്ഷേ ഇങ്ങനെയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷം 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാൻ മറക്കരുതേ. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ തന്നെ നന്നായിട്ട് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ട്. അങ്ങനെ ഒരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം തെളിച്ച് കൊടുത്താൽ മതി, അല്ലാണ്ട് ഒഴിക്കാൻ പാടില്ല. കയ്യിൽ കുറച്ച് വെള്ളം എടുത്തൊന്ന് തെളിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ എന്തായാലും വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഞാനിവിടെ തുറന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് ഉലർത്തിയെടുക്കാം. അപ്പോൾ അടച്ച് വെച്ച് 5 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഇനി ഞാനിതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി. നമുക്ക് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് 5 മിനിറ്റോളം ഒന്ന് ഉലർത്തിയെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ടുണ്ട്. എരിവും ഉപ്പും എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ഞാനും ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചിട്ടൊന്ന് ഉലർത്തി കൊടുത്തിട്ടുണ്ട്. മതി, നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിതിപ്പോൾ കറിയുടെ കൂടെ അല്ല കഴിക്കുന്നത്. ഒരു 11 മണിക്കൊക്കെ ചുമ്മാ കഴിക്കാനാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇത്. അപ്പം ഞാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. ഞാൻ ചെയ്യുന്ന രീതി ഒരല്പം ചെറുനാരങ്ങ നീര് എൻ്റെ മുകളിൽ കൂടെ പിഴിഞ്ഞ് ഒഴിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നും അല്ലേ? എനിക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ തന്നെ കുറച്ച് സവാള ഇങ്ങനെ മുകളിൽ കൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തിക്കോളൂ കേട്ടോ. അത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനൊക്കെ പറ്റില്ല എന്നൊന്നുമില്ല, പക്ഷേ എനിക്ക് തന്നെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ അല്പം കൂടെ കറിവേപ്പില അങ്ങ് തൂക്കി കൊടുക്കുക. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ വേണ്ട, വെളിച്ചെണ്ണയുടെ ആവശ്യമില്ല. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കങ്ങ് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈസി പീസി ആയിട്ടുള്ള നമ്മൾ ബ്രോക്കലി തോരൻ. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ബ്രോക്കലി ആൻഡ് മഷ്റൂം സൂപ്പ് വേണോ എന്നും നിങ്ങൾ പറയണം. കാരണം നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടത്തുള്ളൂ കേട്ടോ. കാരണം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് കാണാണ്ടാവുമ്പോഴേ ഒരു സുഖമില്ല. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഗ്യാസ് സ്റ്റവ് മാറ്റിയിട്ടില്ല. ഗ്യാസ് സ്റ്റവ് ഞാൻ സാധാരണ രീതിയിലുള്ള എൻ്റെ നോർമൽ കുക്കിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സ്റ്റവാണ് ഉപയോഗിക്കുന്നത്. കാരണം നിങ്ങൾ ഒരുപാട് പേര് ഈ സ്റ്റവ് മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ കാരണം ഞാൻ തിരിച്ച് പഴയ സ്റ്റവ് ആക്കിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ നോർമൽ കുക്കിങ്ങിന് ഞാൻ എൻ്റെ ഇപ്പോൾ പുതിയ വീട്ടിലെ ഗ്യാസ് സ്റ്റവാണ് ഉപയോഗിക്കുന്നത്. സംശയം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കില്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത അടിപൊളിയായുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.